ശബരിമല മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തോടനുബന്ധിച്ച് വർദ്ധിച്ചു വരുന്ന ഭക്തജനത്തിരക്ക് കണക്കിലെടുത്ത് സുഗമമായ തീർത്ഥാടനം സാധ്യമാക്കുക എന്ന ഉദ്ദേശത്തോടെ എരുമേലിയിൽ നിന്നും കാനനപാതയിലൂടെയുള്ള സഞ്ചാരങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി. എരുമേലി കാനനപാത വഴിയുള്ള ഭക്തജനങ്ങളുടെ സഞ്ചാരം 13 ഉച്ചയ്ക്ക് 12 വരെയും അഴുതക്കടവ് കുഴിമാവ് വഴിയുള്ള സഞ്ചാരം വൈകിട്ട് 3 മണി വരെയും മുക്കുഴി വഴിയുള്ള സഞ്ചാരം വൈകിട്ട് 5 മണി വരെയും നിശ്ചയിച്ചിട്ടുള്ളതും തുടർന്ന് മേൽപ്പറഞ്ഞ സമയങ്ങൾക്ക് ശേഷം ഈ സ്ഥലങ്ങളിലൂടെയുള്ള എല്ലാ സഞ്ചാരങ്ങളും നിരോധിച്ചിട്ടുള്ളതുമായാണ് അറിയിപ്പുള്ളത്. ആലുവ എടയാറിൽ പള്ളിപ്പെരുന്നാളിനിടെ ഐസ്ക്രീം കഴിച്ചവർക്ക് ഭക്ഷ്യവിഷബാധ. ഐസ്ക്രീം കഴിച്ച 26 കുട്ടികൾക്ക് വയറിളക്കവും ഛർദിയും ഉണ്ടായി. വഴിയോരത്ത് ഐസ്ക്രീം വിൽക്കുന്ന കടയിൽ നിന്ന് കഴിച്ചവർക്കാണ് അസ്വസ്ഥതയുണ്ടായത്. ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ആർക്കുമില്ല. കുട്ടികൾക്ക് പ്രാഥമിക ചികിത്സ നൽകി വിട്ടയച്ചു. തൃശൂരിൽ CPM വാർഡ് മെമ്പർ രാജിവെച്ചു. ചേലക്കര പഞ്ചായത്തിലെ 16ാം വാർഡംഗം P രാമചന്ദ്രനാണ് രാജിവെച്ചത്. പാർട്ടി സസ്പെൻഷനിലായിരുന്നു രാമചന്ദ്രൻ. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ UDFന് വോട്ട് മാറി ചെയ്തതിനാണ് സസ്പെൻഷനിലായത്. UDF LDF ബലാബലമായിരുന്ന പഞ്ചായത്തിൽ രാമചന്ദ്രന്റെ വോട്ടോടെയാണ് UDFന് ഭരണം ലഭിച്ചത്. മുസ്ലിം ലീഗിന്റെ നിയമസഭാ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി പട്ടികയിൽ സജീവ പരിഗണനയിലുള്ളത് 10ഓളം പുതുമുഖങ്ങൾ. MSF സംസ്ഥാന പ്രസിഡന്റ് PK നവാസ് ഉൾപ്പെടെ ഒരുപറ്റം യുവനേതാക്കൾ ഇത്തവണ അംഗം കുറിക്കാനാണ് സാധ്യത. നിയമസഭയിലേക്ക് മികച്ച സ്ട്രൈക്ക് ലൈറ്റിലൊരു പച്ചപ്പട കളത്തിലിറക്കാനാണ് ലീഗിന്റെ നീക്കം. 20-ലധികം സീറ്റുകൾ ജയിച്ച UDFനെ അധികാരത്തിലേറ്റാൻ വിജയക്കോണി ചാരുകയാണ് ലക്ഷ്യം. തദ്ദേശപ്പോരിലെ വിജയപെരുമ നിയമസഭയിലും ആവർത്തിക്കുന്നതിനായി ലീഗിന്റെ അണിയറയിൽ ഒരുക്കം സജീവമാണ്. സ്ഥാനാർത്ഥികൾ ആരാകണം, എന്താകണം, മാനദണ്ഡം, പാർട്ടിയുടെ ചാലശക്തികൾ എന്നിവയെല്ലാം പാർട്ടി നേതൃത്വം ഇഴകേറി പരിശോധിക്കുകയാണ്. ഒന്നും പുറത്തു പോവാതെ നോക്കാൻ അതിലേറെ ജാഗ്രത പുലർത്തുന്നുണ്ട്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ വാഹനപൂജ കഴിഞ്ഞ കാർ നിയന്ത്രണം വിട്ട് ഇടിച്ച് നടപ്പുരയുടെ ഗേറ്റ് തകർത്തു. കിഴക്കേ നടപ്പുരയുടെ സൈഡ് ഗേറ്റാണ് തകർന്നത്. കോഴിക്കോട് സ്വദേശികൾ പുതിയ കാർ വാങ്ങി പൂജിക്കാനെത്തിയതാണ്. പൂജ കഴിഞ്ഞ കാർ സ്റ്റാർട്ട് ചെയ്തതോടെ നിയന്ത്രണം വിട്ട് 10 മീറ്ററോളം കുതിച്ച് ഗേറ്റിൽ ഇടിക്കുകയായിരുന്നു. കാറിന്റെ മുൻവശത്ത് ചെറിയ കേടുപാട് സംഭവിച്ചു. ഇന്നലെയാണ് സംഭവം. ഞായറാഴ്ചയായതിനാൽ വാഹനപൂജയ്ക്ക് രാവിലെ മുതലേ വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത്. ഇരുചക്ര വാഹനങ്ങളും കാറും ബസ്സും അടക്കം 100ഓളം വാഹനങ്ങളാണ് പൂജിക്കാനായി എത്തിയത്. കിഴക്കേ നടപ്പുരയിൽ നിന്ന് ആരംഭിച്ച വാഹനങ്ങളുടെ നിര കൗസ്തുഭം ഗസ്റ്റ് ഹൌസ് വരെ നീണ്ടു. ഇതോടെ ഇന്നർ റിംഗ് റോഡിൽ ഗതാഗതക്കുരുക്ക് അനുഭവപ്പെട്ടു. ടെമ്പിൾ പോലീസിന്റെ നിർദ്ദേശത്താൽ വാഹനങ്ങൾ റോഡിലെ പാർക്കിംഗ് ഗ്രൗണ്ടിലേക്ക് മാറ്റി. പിന്നീട് ഊഴപ്രകാരമാണ് വാഹനങ്ങൾ പൂജ നടത്തിയത്. സംസ്ഥാന സർക്കാരിനും മുഖ്യമന്ത്രിക്കുമെതിരെ അതിരൂക്ഷ വിമർശനവുമായി പ്രതിപക്ഷ നേതാവ് VD സതീശൻ. സംസ്ഥാനത്തിന്റെ സാമ്പത്തികാവസ്ഥയിൽ ധവളപത്രം ഇറക്കാൻ സർക്കാരിനെ വെല്ലുവിളിച്ച അദ്ദേഹം മന്ത്രിസഭാംഗങ്ങളെ കബളിപ്പിച്ച ആദ്യത്തെ മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ എന്ന് കുറ്റപ്പെടുത്തി. 110 സീറ്റ് നേടുമെന്ന് പറയുന്ന LDF ഓടുന്ന വഴിയിൽ പുല്ലുപോലും മുളയ്ക്കില്ലെന്ന് പറഞ്ഞ് പരിഹസിച്ച പ്രതിപക്ഷ നേതാവ് LDFന്റെ കേന്ദ്ര സർക്കാർ വിരുദ്ധ സമരത്തെയും പരിഹസിച്ചു. TP ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതിക്ക് വീണ്ടും പരോൾ. 1ാം പ്രതി MC അനൂപിനാണ് കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും പരോൾ അനുവദിച്ചത്. 20 ദിവസത്തേക്കാണ് പരോൾ നൽകിയിരിക്കുന്നത്. സ്വാഭാവിക പരോൾ എന്നാണ് ജയിൽ അധികൃതരുടെ വിശദീകരണം. അതേസമയം TP ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതി ജ്യോതി ബാബുവിന്റെ ജാമ്യാപേക്ഷ സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കും. ജസ്റ്റിസ് MM സുന്ദരേഷ് അധ്യക്ഷനായ ബെഞ്ചാണ് പരിഗണിക്കുന്നത്. ആരോഗ്യ കാരണങ്ങളാലാണ് ജാമ്യാപേക്ഷ. ജ്യോതി ബാബുവിന്റെ ജാമ്യാപേക്ഷ നേരത്തെ പരിഗണിച്ചപ്പോൾ സർക്കാർ എതിർത്തിരുന്നില്ല. ഭരണകക്ഷിയിൽപ്പെട്ട ആളായതിനാലാണ് സർക്കാർ എതിർക്കാത്തതെന്നും ജ്യോതി ബാബുവിന് ജാമ്യം നൽകരുതെന്നും KK രമയുടെ അഭിഭാഷകൻ വാദിച്ചിരുന്നു. ഹൈക്കോടതി ശിക്ഷ വിധിച്ചതിനെതിരെ പ്രതികളെല്ലാം നേരത്തെ സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു. കണ്ണൂർ സെൻട്രൽ ജയിലിന് മുകളിൽ വീണ്ടും ഡ്രോൺ. കണ്ണൂർ സെൻട്രൽ ജയിലിന് മുകളിലൂടെ ഡ്രോൺ പറന്നതിൽ ടൗൺ പോലീസ് കേസെടുത്തു. ഡ്രോൺ വനിതാ ജയിലിന്റെ ഭാഗത്തേക്ക് നീങ്ങിയെന്നാണ് ജയിൽ അധികൃതർ പറയുന്നത്. ജനുവരി 10 വൈകുന്നേരം 4:20-നും 4:30-നും ഇടയിൽ സെൻട്രൽ ജയിലിലെ പശുത്തൊഴുത്തിന് ഭാഗത്തുകൂടെ ഒരു ഇലക്ട്രിക് ഉപകരണം വനിതാ ജയിൽ ഭാഗത്തേക്ക് പറത്തിയെന്നാണ് FIR രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. കണ്ണൂർ സെൻട്രൽ ജയിലിൽ ഇതാദ്യ സംഭവമല്ല. ലൈംഗിക പീഡന കേസിലെ അതിജീവതയ്ക്കെതിരായ രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയുടെ ഭീഷണി സന്ദേശങ്ങൾ പുറത്ത്. തനിക്കെതിരെ നിന്നവർക്കും കുടുംബത്തിനുമെതിരെ അതേ നാണയത്തിൽ തിരിച്ചു കൊടുക്കുമെന്നാണ് ഭീഷണി. പേടിപ്പിക്കാൻ
നീയെന്നല്ല ലോകത്ത് ഒരു മനുഷ്യരും നോക്കണ്ടെന്നും വാർത്താ സമ്മേളനം നടത്താനും അതിജീവതയെ രാഹുൽ വെല്ലുവിളിക്കുന്നുണ്ട്. കുറ്റസമ്മതം നടത്താനാണ് തീരുമാനമെന്നും അങ്ങനെ താൻ മാത്രം മോശമാകുന്ന പരിപാടി നടക്കില്ലെന്നും രാഹുൽ പറയുന്നു. എല്ലാത്തിനും എക്സ്ട്രീം കഴിഞ്ഞു നിൽക്കുകയാണ്. 1 മാസം മുന്നേ ആയിരുന്നു ഇതൊക്കെയെങ്കിൽ ഞാൻ മൈൻഡ് ചെയ്യില്ലായിരുന്നു. ഇനി ഒന്നും സറണ്ടർ ചെയ്യില്ല എന്ന തീരുമാനമുണ്ടെന്നും രാഹുൽ യുവതിയോട് പറയുന്നുണ്ട്. കൂവപ്പള്ളി കുളപ്പുറത്ത് വീട്ടമ്മയും യുവാവും വീടിനുള്ളിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ. ചങ്ങനാശ്ശേരി സ്വദേശിനി മോർക്കോലിൽ ഷേർലി മാത്യുവും കോട്ടയം സ്വദേശിയാണെന്ന് സംശയിക്കുന്ന യുവാവുമാണ് മരിച്ചതെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. 6 മാസം മുമ്പാണ് ഷേർലി മാത്യു ഇവിടെ താമസം തുടങ്ങിയത്. ഇന്നലെ രാത്രി 9:30യോടെയാണ് സംഭവം നടന്നതെന്നാണ് പ്രാഥമിക വിവരം. ഷേർലിയെ വീടിന്റെ അകത്ത് നിലത്ത് മരിച്ച നിലയിലും യുവാവിനെ തൂങ്ങി മരിച്ച നിലയിലുമാണ് കണ്ടെത്തിയത്.